ഒക്ടോബർ 29 ഇന്നാണ് എൻ്റെയും മനുവിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് കറങ്ങാൻ, പിന്നെ മനു എനിക്ക് ഡ്രസ്സ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരുന്നു. അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയതാട്ടോ ഞങ്ങൾ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മനുവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് മനുവിനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു കേട്ടോ. മനു അങ്ങനെ ഫോണിലൊന്നും വലിയ ക്രേസുള്ള ആളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോൺ അധികം സൂക്ഷിക്കാറില്ലെന്ന് തന്നെ പറയാം. 5-6 വർഷമായിട്ട് മനു ഒരു ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പരുവമായി. അപ്പം മുതലേ എൻ്റെ ആഗ്രഹമാണ് മനുവിനൊരു ഫോൺ വാങ്ങി കൊടുക്കണമെന്ന്. ഇത് ഞാൻ വാങ്ങിക്കൊടുത്താൽ എന്തായാലും എനിക്ക് നല്ല വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം മനുവിനതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ബീച്ചിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ കിട്ടുന്ന വഴക്ക് കുറച്ചിരിക്കുമല്ലോ. അങ്ങനെ ബീച്ചിലൊരു 1.5 മണിക്കൂർ ഇരുത്തി ഉപദേശവും വഴക്കും ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ ഡ്രസ്സ് മേടിച്ച് തരാൻ കൊണ്ടുപോയി കേട്ടോ. ഡ്രസ്സ് മേടിച്ച് തരാൻ എന്നെ കൊണ്ടുപോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക അളക്കുന്നൊരു പരിപാടിയാണേ. എങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടായിരിക്കുമേ. എൻ്റെ പൊന്നെ, ആ കടയിലെ എല്ലാ സെക്ഷനിലുള്ളയും ലേഡീസിൻ്റെ ഡ്രസ്സ് മൊത്തം ഞാൻ അരിച്ച് പറക്കി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അത് കടയുടെ കുഴപ്പമോ കളക്ഷൻസിൻ്റെ കുഴപ്പമോ ഒന്നും അല്ല കേട്ടോ, എൻ്റെ മാത്രം കുഴപ്പമാണ്. എനിക്കങ്ങനെയാണ്. എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ കണ്ട് എനിക്കതിൽ നിന്ന് എന്നാ ചോദിക്കുക, അത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. അതിനു വേണ്ടി അത്ര സെലക്ട് ചെയ്തെടുക്കാനൊന്നും കാണില്ല. പക്ഷേ എനിക്കങ്ങനെയാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. കുറേ സമയമെടുക്കും. കുറേ നോക്കി 1ഉം 2ഉം 3ഉം കടയിൽ കയറിയിട്ട് ഇഷ്ടപ്പെടാതിരുന്ന ടൈം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തായാലും മനുവിനെ അത്ര ബോറടിപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഒരെണ്ണം അങ്ങ് എടുത്തു. വലിയ തരക്കേടില്ലെന്ന് തോന്നി ഒരെണ്ണം അങ്ങ് എടുത്തു. നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയേ. ഞാനൊരു മന്തി ഫാനൊന്നും അല്ല. എനിക്കും മനുവിനും അങ്ങനെ മന്തിയൊന്നും വലിയ ഇഷ്ടമല്ല. ഞങ്ങൾ ബിരിയാണി തന്നെയാണ് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ ഊണാണ് കഴിക്കാറുള്ളത് കേട്ടോ. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നേ. 2-3 ദിവസമായിട്ടുള്ള കൊതിയായിരുന്നു. അങ്ങനെ മന്തി തന്നെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മന്തിയാണ് കഴിച്ചത്. ഞാൻ മാത്രമേ മന്തി കഴിച്ചുള്ളൂ. മനു ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അല്ലൂട്ടിക്ക് പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ ഞങ്ങളുടെ കൂടെ വന്നില്ല. അതുകൊണ്ട് അവളെ പിന്നെ മനുവിൻ്റെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയതേ. ഫുഡൊക്കെ കഴിച്ച് നേരെ ഞങ്ങളങ്ങ് വീട്ടിൽ പോയത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ഒട്ടും വയ്യായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക്. എന്താണെന്നറിയില്ല, 3-4 ദിവസത്തെ തകൃതിയായിട്ടുള്ള മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള വെയിൽ നല്ലതുപോലെ കൊണ്ടിട്ടായിരിക്കും. ബീച്ചിലാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല വെയിലായിരുന്നല്ലോ. ആ വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കും. ഭയങ്കര ക്ഷീണമായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയെന്ന് തോന്നിയിട്ട് ഞങ്ങളിങ്ങ് വീട്ടിൽ പോരുന്നതേ. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കയറാതെ രാത്രി വരെ കറങ്ങി നടക്കുന്ന സ്വഭാവമാണ് എനിക്കതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇന്നെന്തോ ഒട്ടും വയ്യായിരുന്നുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കേട്ടോ. എത്ര പെട്ടെന്ന് സമയം പോകുന്നതേ. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഞങ്ങളുടെ കല്യാണം എത്ര പെട്ടെന്നാണ് 7 വർഷം കഴിഞ്ഞു പോയതെന്നേ. പെട്ടെന്ന് പറയും പോലെ പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തത്. കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ മനുവിൻ്റെ ഫാമിലിയിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വലിയ മെച്യൂരിറ്റി ഇല്ലാത്ത ഏജ് ആയതുകൊണ്ട് തന്നെ വലിയ പാടായിരുന്നു. അതിപ്പം ആ ഏജിൻ്റെ മാത്രമല്ല, ഇപ്പം ഏതൊരു പെൺകുട്ടിക്കാണെങ്കിലും പെട്ടെന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വലിയ പാടാണ് ആദ്യം കുറച്ച് നാളെ. അത് നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെ ആവുമെന്നേ. അങ്ങനെ എനിക്ക് നല്ല പാടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു 7-8 വർഷത്തിലൊന്നും എത്തി നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ച പോലുമല്ല. ആദ്യമൊക്കെ ഞങ്ങൾ തമ്മിൽ നല്ല അടികളുണ്ടായ സമയങ്ങളുണ്ടായിരുന്നു. അന്നേരമൊക്കെ ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളയണമെന്നൊക്കെ. അങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ തോന്നിയ സമയം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്ന് കരുതി ഇന്ന് രാവിലെ മനുവിനോട് ഞാൻ ചോദിച്ചേ, മനു നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കുന്നുണ്ടെന്നും. മനു ഉടനെ പറയുവാണേ, ദുരന്തമൊക്കെ ആരെങ്കിലും ഓർക്കുമോയെന്ന്. വെറുതെ പറഞ്ഞതാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു ആനിവേഴ്സറി ആഘോഷം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.